അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. വതനത്തിൽ പോയപ്പോൾ കണ്ടത് ഇതാണ്. ബാബയുടെ മുന്നിൽ ഒരു വളരെയധികം വിരാട രൂപത്തിൽ, അതായത് വിശാലമായ രൂപത്തിൽ ഏണിപ്പടിയുടെയും ചിത്രമുണ്ടായിരുന്നു. എല്ലാ ധർമാത്മാക്കളുടെയും ചിത്രമുണ്ടായിരുന്നു. മറ്റ് ചിത്രങ്ങളും കാണപ്പെടുന്നുണ്ടായിരുന്നു. ബാബ ആ ചിത്രങ്ങളെ വളരെ സ്നേഹത്തോടെ നോക്കുന്നുണ്ടായിരുന്നു, തൃപ്തമാകുന്നുണ്ടായിരുന്നു. ബാബയെ മുന്നിൽ കാണവേ ഞാൻ ചോദിച്ചു, ബാബ, അങ്ങ് ഇത്രയും ഗഹനതയോടെ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു സെക്കൻഡ് ബാബ ചുറ്റിക്കറങ്ങി നോക്കുകയായിരുന്നു. പിന്നെ പറഞ്ഞു, കുട്ടി, ബാബ ഇന്ന് വിശേഷിച്ച് ഭാരതത്തിൻ്റെ ഇതിഹാസം നോക്കുകയാണ്. ഭാരതവർഷത്തിൽ ആദ്യം മുതൽ അന്ത്യം വരെയുള്ളത് നോക്കുകയായിരുന്നു. ആദ്യകാലത്തിൽ ഏത് ആത്മാക്കളാണ് ഉണ്ടായിരുന്നത്? മധ്യത്തിൽ ഏത് ആത്മാക്കളാണ്? അന്തിമത്തിൽ ഏത് ആത്മാക്കളാണ്? ഇത് നോക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, സത്യയുഗത്തിൻ്റെ ആദിയിൽ ദേവാത്മാക്കളാണ് ഉള്ളത്, സമ്പന്ന ആത്മാക്കളാണ്. താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ അല്പം പുണ്യ ആത്മാക്കളും ഉണ്ട്, കാരണം ദാനപുണ്യങ്ങൾ ചെയ്യുന്നു. അല്പം മഹാനാത്മാക്കളും ഉണ്ട്. പിന്നെ ബാബ താഴേക്ക് നോക്കുകയായിരുന്നു. ഈ കലിയുഗത്തിൻ്റെ സമയത്തും ചില ശക്തിശാലികളും ബലവാന്മാരുമായ ആത്മാക്കൾ ഉണ്ട്, മറ്റേ ആത്മാക്കളുമുണ്ട്. ദുർബലമായവർ, നിർബലമായവർ എന്ന് പറയാം. ആ ആത്മാക്കളും ഉണ്ട്. ഈ ചക്രത്തിനുള്ളിൽ എല്ലാ പ്രകാരത്തിലുമുള്ള ആത്മാക്കൾ ഉണ്ട്. ദേശഭക്തിയുള്ള ആത്മാക്കളും ഉണ്ട്, പാപാത്മാക്കളും ഉണ്ട്, പുണ്യ ആത്മാക്കളും ഉണ്ട്. ബാബ പറഞ്ഞു, ഈ ഭാരതദേശം ഒന്നാമതായി തുടക്കത്തിൽ ദേവീ ദേവന്മാരുടെ രാജ്യമായിരുന്നു, ദേവനഗരി ആയിരുന്നു. ഇപ്പോഴും ഭാരതം താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നു. ലോകം ഭാരതത്തെ വളരെ ശ്രേഷ്ഠമായ ദൃഷ്ടിയോടെയാണ് നോക്കുന്നത്. ബാബ പറഞ്ഞു, ഭാരതഭൂമിയിൽ ലാസ്റ്റ് സമയത്ത് പോലും അങ്ങനെയുള്ള ധാരാളം ആത്മാക്കളുണ്ട്. ബാബ ഇന്ന് പല ആത്മാക്കളെയും എമർജ് ചെയ്തു. രവീന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയ ആത്മാക്കളുടെ പേര് സൂചിപ്പിച്ചു. പിന്നെ ബാബ പറഞ്ഞു, പല ആത്മാക്കളും ലാസ്റ്റ് സമയത്തും ഭാരതത്തിനു വേണ്ടി അഥവാ തൻ്റെ ദേശത്തിനു വേണ്ടി അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നു. തൻ്റെ വളരെയധികം പേര് സമ്പാദിക്കുന്നു. ബാബ എന്നോട് ചോദിച്ചു, മറ്റാരുടെ പേരാണ് ഓർമ്മ വരുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള പേരുകൾ അറിയില്ല, ലോകത്തിൽ ധാരാളമുണ്ട്. ബാബ പറഞ്ഞു, നോക്കൂ, ആരാണോ ദേശഭക്തിയുള്ളവർ, ആർക്കാണോ ഭാരതത്തോട് സ്നേഹമുള്ളത്, അതിൽ ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിവസമാണ്. ബാബ പറഞ്ഞു, ലോകത്തിൽ അവർ ശരീരം ഉപേക്ഷിച്ച് പോയാലും അവരുടെ സ്മരണാർത്ഥം ജന്മദിവസം ആഘോഷിക്കുന്നു. ബാബ പറഞ്ഞു, അവസാന ജന്മത്തിൽ പോലും അവരുടെ സ്മാരകവും സ്വരൂപവും ഓർമ്മിക്കുന്നു. അവരുടെ മൂർത്തിയിൽ, അതായത് പ്രതിമയിൽ, പുഷ്പങ്ങളും ഫലങ്ങളും അർപ്പിക്കുന്നു, മാലകൾ ചാർത്തുന്നു. ബാബ പറഞ്ഞു, ചിന്തിച്ചു നോക്കൂ, ലാസ്റ്റിൽ പോലും ആരാണോ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത്, ആരാണോ ഭാരതത്തെ താങ്ങി നിർത്തിയത്, പുണ്യം ശേഖരിച്ചു. ബാബ പറഞ്ഞു, കുട്ടികളായ നിങ്ങളും അത്രയും മഹാൻ ആത്മാക്കളാണ്, ദേവാത്മാക്കളാണ്, സത്യുഗത്തിൽ രാജ്യം ഭരിക്കുന്ന ആത്മാക്കളാണ്. കുട്ടികളായ നിങ്ങളുടെ ഭാഗ്യം എത്ര ഉയർന്നതാണ് എന്ന് മനസ്സിലാക്കൂ. ബാബ കുട്ടികളുടെ മഹിമ പാടുന്നു. എന്നാൽ ഭക്തരായ കുട്ടികൾ, ഭക്തരായ ആത്മാക്കൾ
തങ്ങളുടെ ഇഷ്ട ദേവതമാരെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഓർമ്മിക്കുന്നു. ബാബ സമയവും ദിവസവും അനുസരിച്ച് ഇങ്ങനെ കേൾപ്പിക്കുകയായിരുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ഏതെല്ലാം ആത്മാക്കൾക്ക് നിമിത്തമായുള്ള ഭോഗായിരുന്നുവോ അവരുടെ ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. പിന്നെ ആ കുട്ടികൾക്ക് വേണ്ടി ബാബയും ഏതെങ്കിലുമൊക്കെ സങ്കല്പങ്ങളും കാര്യങ്ങളും വിശേഷ രൂപത്തിൽ കേൾപ്പിക്കുന്നു. ബാബ പറഞ്ഞു, ഓരോ കുട്ടിയുടെയും കാര്യം, ഓരോ കുട്ടിയുടെയും മനസ്സിലെ കാര്യം ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ബാബ വളരെ സ്നേഹത്തോടെ കുട്ടികളുടെ കാര്യത്തെ ഹൃദയത്തിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.